ഹലോ നമസ്കാരം, വെൽക്കം ടു ഇപ്പടിപ്പുര. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. ഇന്ന് നമ്മൾ വീണ്ടും ഇംഗ്ലീഷിൻ്റെ LDCയുടെ PYQ സീരീസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ബാക്കി ചെയ്ത 3 വീഡിയോസ് നോക്കാം. ഇന്ന് നമ്മൾ ഒരു സെറ്റ് ഓഫ് PYQ നോക്കുകയാണ്. അതിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ചോദ്യങ്ങളും അത് ഏതൊക്കെയാണ് വെയിറ്റേജ്, വൊക്കാബുലറിന് എന്തോരം വെയിറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാമർ പാർട്ടിൽ നിന്ന് എത്ര വെയിറ്റേജ് ഉണ്ട് എന്നൊക്കെ നമ്മൾ നോക്കുന്നു. ഏതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടുകളെന്നും അതിലെ എക്സ്പ്ലനേഷനും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, I only have dash or break finish of my work. ഇത് ആർട്ടിക്കിളിലെ ചോദ്യമാണ്. നമുക്ക് തന്നിരിക്കുന്ന വേർഡിൽ നൗണുകളുടെ മുമ്പിൽ നമ്മൾ കൊടുക്കേണ്ട ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ വന്നിരിക്കുന്ന ചോദ്യമാണ്. കാര്യം നമുക്കിവിടെ എയും ആനും തന്നെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് I only have half hour എന്നുള്ളതാണ് നോക്കേണ്ടത്. നമുക്കറിയാം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിലെ എയും ആനും ഉപയോഗിക്കേണ്ട രീതി നമുക്കറിയാം. ആൻസർ വളരെ സിമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും. ഹാഫ് ആൻ അവർ ആണ്. അപ്പോൾ അവിടെ ഹേർ സൗണ്ടാണ് വന്നിരിക്കുന്നത്. ഹേർ സൗണ്ട് നമുക്കറിയാം കോൺസണന്റ് സൗണ്ട് ആണ്. അതൊരു കോൺസണന്റ് സൗണ്ട്. കോൺസണന്റ് സൗണ്ട് എന്ന് പറയുമ്പോൾ വ്യഞ്ജന ശബ്ദം അല്ലേ? കോൺസണന്റ് സൗണ്ട് വ്യഞ്ജന ശബ്ദമാണ്. എന്നാൽ അതേ സമയത്ത് അവർ എന്ന് പറയുന്നതിൽ എച്ച് സൈലൻ്റാണ്. എച്ച് നമ്മൾ സൈലൻ്റ് ആയിട്ട് അവറിലെ ആ ആണ് എടുക്കുള്ളൂ. അപ്പം ആ എടുക്കുമ്പോൾ നമുക്കറിയാം അതൊരു വവൽ സൗണ്ടാണ്. ശബ്ദം നോക്കിയിട്ടാണ് നമ്മൾ, ലെറ്റർ നോക്കിയിട്ട് രണ്ടിടത്തും എച്ച് ആണോ എന്നിരിക്കുന്നത്. പക്ഷെ ശബ്ദം നോക്കിയിട്ടാണ് നമ്മൾ എ ആണോ ആൻ ആണോ കൊടുക്കാൻ തീരുമാനിക്കുക. ആന് നമ്മൾ കൊടുക്കുന്നത് വവൽ സൗണ്ട് അല്ലെങ്കിൽ സ്വരശബ്ദങ്ങളുടെ കൂടെയും, അതുപോലെ തന്നെ എ കൊടുക്കുന്നത് കോൺസണന്റ് സൗണ്ട് അല്ലെങ്കിൽ ഹാർഡ് സൗണ്ട്സ് ഉണ്ട്. ഹാർഡ് സൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യഞ്ജന ശബ്ദങ്ങളാണ്, ശബ്ദങ്ങളുടെ കൂടെയാണ്. അപ്പോൾ നമുക്കറിയാം ഹേ വരുമ്പോൾ എ വരണം, അതുപോലെ അവർ വരുമ്പോൾ ആ ആണ്, അപ്പം ആനും വരണം. അപ്പം എയും ആനും വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? ഡി ഓപ്ഷൻ. I only have a half an hour break to finish off my work എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ റിപ്പറ്റേറ്റീവ്ലി ചോദിച്ചിട്ടുണ്ട്, ആവർത്തിച്ച് ചോദിച്ചാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേഞ്ച് ദ ഗിവൺ സെന്റൻസ് ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലോട്ട് ഈ തന്നിരിക്കുന്ന സെന്റൻസിനെ മാറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പാസീവ് വോയിസിന്റെ പ്രത്യേകത എന്താണ്? പലതവണ എക്സാമുകൾക്ക് PSC നിർബന്ധമായിട്ട് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും. പാസീവ് വോയിസിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻസ് മാറുന്നില്ല, മറിച്ച് എന്ത് മാറുന്നുണ്ട്? ഇവിടെ സബ്ജക്റ്റ് മാറും ഒബ്ജക്റ്റ് ആയിട്ട് അല്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3-4 പോയിന്റ് ഉണ്ട്. ഏതാണ്? സബ്ജക്റ്റ് ഒബ്ജക്റ്റായി മാറുന്നു, ഒബ്ജക്റ്റ് സബ്ജക്റ്റായി മാറുന്നു. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒബ്ജക്റ്റ് വരും, കർത്താവിന്റെ സ്ഥാനത്ത് കർമ്മം വരും, കർമ്മത്തിന്റെ സ്ഥാനത്ത് കർത്താവ് വരും. അങ്ങനെയാണ് അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് നമ്മളൊരു മാറ്റം, അത് ആദ്യമേ നോട്ട് ചെയ്ത് വെച്ചേക്കാം. രണ്ടാമത്തെ കാര്യം എന്താ? ഒരു കാരണവശാലും നമ്മൾ ടെൻസോ അല്ലെങ്കിൽ സെന്റൻസിന്റെ ടൈപ്പിനോ ചേഞ്ച് വരാൻ പാടില്ല. അപ്പൊ നോ ചേഞ്ച് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മാറ്റം വരാൻ പാടില്ല. എന്തിനൊക്കെയാ? ടെൻസിന് മാറ്റം വരാൻ പാടില്ല, സെന്റൻസ് ടൈപ്പിനും മാറ്റം വരാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ്, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻസ് മാറുന്നില്ല, പക്ഷേ B+V3 ഫോം വരണം. വെർബിന്റെ ഒരു ബി ഫോമുലേഷനും അതിനുശേഷം വരുന്ന മെയിൻ വെർബ് തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. B+V3 ഫോം, ബിയുടെ കൂടെ തേർഡ് ഫോം വരണം. നോക്കുക, ആൻഡ് അൺഈസി സൈലൻസ് സക്സീഡഡ് ദ പിസ്റ്റൽ ഷോട്ട്. സക്സീഡഡ് എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് V2 ആണ് അല്ലേ? അപ്പം അതെന്താ ടെൻസ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പം നമ്മൾ സിമ്പിൾ പാസ്റ്റിലെ ബി ഫോമുലേഷൻ വരണമെങ്കിൽ ഏതാ? B+V3 ഫോം ആണെങ്കിൽ ഏത് വരണം? വാസ് അല്ലെങ്കിൽ വേറിൻ്റെ കൂടെ V3 ഫോമുലേഷൻ വരണം അല്ലേ? ഇത് മാറുന്നത് എങ്ങനെയാ? V2 എങ്ങനെയാ മാറി വരുന്നത്? പാസീവിലോട്ട് വരുമ്പോൾ വാസ് അല്ലെങ്കിൽ വേറിൻ്റെ കൂടെ V3 ഫോമുലേഷൻ. ഇവിടെ നോക്കിയേ, വാസ് അല്ലെങ്കിൽ വേർ. ഹാഡ് ബീൻ ആണ്, ഇല്ല. ഇത് ഹാഡ് സക്സീഡ് ആണ്, വാസ് സക്സീഡഡ് ഉണ്ട്. യെസ്, വാസിൻ്റെ കൂടെ V3 ഫോം വന്നു. ദ പിസ്റ്റൽ ഷോട്ട്, അതാണല്ലേ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയി. ദ പിസ്റ്റൽ ഷോട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് സബ്ജക്റ്റായി മാറി. അതേപോലെ അൺഈസി സൈലൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒബ്ജക്റ്റുമായി മാറി. സോ C is the answer. The pistol shot was succeeded by an uneasy silence. An uneasy silence succeeded the pistol shot ആയിരുന്നു അല്ലേ ചോദ്യം? അപ്പോൾ ആൻസർ എന്ത് വന്നു? C വന്നു. ബാക്കി നമ്മൾ നോക്കേ വേണ്ട, മൊത്തം വായിച്ചു നോക്കി സമയം കളയാനുള്ള ഇത് നമുക്കില്ല അല്ലേ? നമുക്ക് നോക്കിയാൽ മതി. പാസീവ് വോയിസ് വന്നിട്ടുണ്ടെങ്കിൽ
നമ്മൾ ശ്രദ്ധിക്കേണ്ട ടെൻസിന് മാറ്റമില്ല, അതുപോലെ തന്നെ സെന്റൻസ് ടൈപ്പിന് മാറ്റമില്ല. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവുന്നു, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവുന്നു. ബിയുടെ കൂടെ V3 ഫോർമുലേഷൻ ഉണ്ടാവണം. അപ്പോൾ ടെൻസ് അനുസരിച്ച് നോക്കുക ഏത് ബി ഫോർമുലേഷനാണ് വരേണ്ടത്. ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറിൻ്റെ കൂടെ V3 ഫോർമുലേഷൻ വരുള്ളൂ. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഈസ് വരാം, ആമ് വരാം, ആറ് വരാം അല്ലേ. സിംഗുലർ ആണെങ്കിൽ ഈസ്, പ്ലൂറൽ ആണെങ്കിൽ ആറ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് എന്ത് പറയാം, ഐ ആണെങ്കിൽ ആമും വരാം പ്രസന്റ് ടെൻസിൽ അല്ലേ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ആ ഒരു ഫോർമുലേഷൻ കൂടി ഇവിടെ ഉണ്ട്, അത് നമ്മൾ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിപ്പോർട്ടഡ് സ്പീച്ചിലെ ചോദ്യം, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുക, അങ്ങനെ ഒരു ചോദ്യം അല്ലേ. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ടഡ് സ്പീച്ചിൽ പാസീവ് വോയിസിൽ നിന്ന് നേരെ വിപരീതമായിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ടെൻസ് ചേഞ്ച് ചെയ്യും. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ? ടെൻസ് ചേഞ്ച് സംഭവിക്കാറുണ്ട് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻസ് ചേഞ്ച് ഇവിടെ സംഭവിക്കും റിപ്പോർട്ടഡ് സ്പീച്ചിൽ, ആദ്യമേ തന്നെ ഓർത്തിരിക്കുക. ടെൻസ് ചേഞ്ച് വരാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന വെർബ് നോക്കുക, സെഡ് വന്നിട്ടുണ്ട്, അപ്പോൾ ഉറപ്പായിട്ടും ടെൻസ് ചേഞ്ച് ചെയ്യും. സെയ്സ് എന്നുള്ളത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ അവിടെ നമുക്ക് ടെൻസ് ചേഞ്ച് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ വിൽ സേ എന്നുള്ള ഫ്യൂച്ചർ ആണെങ്കിലും സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിലും നമുക്കവിടെ ടെൻസ് ചേഞ്ച് ഇല്ലായിരുന്നു. അല്ലാത്ത എല്ലാ സമയത്തും ടെൻസ് ചേഞ്ച് ഉണ്ട് അല്ലേ. ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ടെൻസ് ചേഞ്ച് ഉണ്ട്, ഭൂരിഭാഗം സമയത്തും ടെൻസ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടെൻസ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഏത് ടെൻസ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നോക്കി. വിച്ച് ഓഫ് യു നോസ് ഹൗ ടു മേക്ക് ചിക്കൻ സ്റ്റൂ സെഡ് ദ ചീഫ് കുക്ക്. അപ്പോൾ ചീഫ് കുക്ക് ചോദിച്ചേക്കുവാണ് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ വിച്ച് ഓഫ് യു നോസ് ഹൗ ടു മേക്ക്, ബാക്കി നോക്കണ്ട, ഹൗ ടു മേക്ക് എന്നുള്ള അടുത്ത് ക്ലോസ് അത് നമ്മൾ നോക്കണ്ട. വിച്ച് ഓഫ് യു നോസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായി? സിമ്പിൾ പ്രസന്റ് ആയി. ടെൻസ് നോക്കണേ, സിമ്പിൾ പ്രസന്റ് ആ ടെൻസ്, സിമ്പിൾ പ്രസന്റ്. നമുക്കറിയാം ടെൻസ് ചേഞ്ച് ഉണ്ട്. എങ്ങനെയാണ് മാറുന്നത്? സിമ്പിൾ പ്രസന്റ് എങ്ങോട്ടേക്കാണ് മാറുന്നത്? ടെൻസ് ചേഞ്ച് എങ്ങോട്ടേക്കാണ് മാറുന്നത്? സിമ്പിൾ പ്രസന്റ് എപ്പോഴും സിമ്പിൾ പാസ്റ്റിലോട്ടേ മാറുള്ളൂ. മാത്രമല്ല ഇവിടെ എന്തൊക്കെ മാറ്റം വരുന്നുണ്ട്? അടുത്തൊരു ചേഞ്ച് കൂടി വരുന്നുണ്ട്. അത് എന്ത് ചേഞ്ചാ? ചോദ്യമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അല്ലേ. എല്ലാത്തിനും എങ്ങോട്ടേക്ക് മാറ്റണം? സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റണം. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാം ക്വസ്റ്റ്യനും ആണെങ്കിലും എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിലും ഇമ്പരറ്റീവ് ആണെങ്കിലും അസേർട്ടീവ് സെന്റൻസിലോട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിലോട്ട്, പ്രസ്താവന രൂപത്തിലോട്ട് നമ്മൾ മാറ്റണം. അപ്പോൾ സ്റ്റേറ്റ്മെന്റിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താ? സബ്ജക്റ്റ് ആദ്യം വരുന്നു, പിന്നെ ഓക്സിലറി വെർബ്, പിന്നെ മെയിൻ വെർബ് എന്ന ഘടനയിലാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിനെ കൊണ്ടുപോകാറ്. നോക്കിയേ, ഇവിടെ വിച്ച് ഓഫ് യു നോസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന രീതിയെ മാറ്റാം. ആദ്യം ക്വസ്റ്റ്യൻ വെർബാണ്, അങ്ങനെയൊന്നും ആണല്ലോ പോകുന്നത്. ആ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് ആദ്യം സബ്ജക്റ്റ് വരണം. അപ്പോൾ ഇങ്ങനെ വരുന്നത് എങ്ങനെയാ? ദ ചീഫ് കുക്ക് ആസ്ഡ്, എന്തായാലും ചോദ്യം വേണമല്ലോ. അപ്പോൾ ആസ്ഡ് ആണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ആലോചിക്കുക, അവിടെ വരുന്ന കൺജങ്ഷൻ ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആണോ അതേ കൺജങ്ഷനാണ് വരിക. സോ വിച്ച് എന്ന് പറയുന്ന കൺജങ്ഷൻ ആയിട്ടായിരിക്കും ഇവിടെ വരിക. ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇഫ് കളക്ട് ചെയ്തു, ഇവിടെ ഇഫ് കട്ട് ചെയ്തു, രണ്ട് വിച്ച് ഉണ്ട് നമുക്ക്. ഇനി വിച്ച് ഓഫ് യു നോസ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ വിച്ച് ഓഫ് യു എന്നുള്ളതുകൊണ്ട് വിച്ച് ഓഫ് ദം എന്നുണ്ട്. പ്രൊനൗൺ ചേഞ്ച് ചെയ്യണമല്ലോ, പ്രൊനൗൺ മാറ്റം വരണമല്ലോ. അപ്പോൾ നമ്മൾ പ്രൊനൗണിനെ നോക്കിയേക്കാം. ദാ യു മാറണേ അല്ലേ. യു മാറി എന്തൊട്ട് പോകും? ദമ്മിലോട്ട് മാറുക ആണ് അല്ലേ. മാത്രമല്ല സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലോട്ട് വന്നു. ഇവിടെ ഹാഡ് നോൺ വന്നു, ഇവിടെ എന്ത് വന്നു? ന്യൂ എന്ന V2ലോട്ട് വന്നു. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. ഇത് വരും ദ ചീഫ് കുക്ക് ആസ് വിച്ച് ഓഫ് ദം ന്യൂ ഹൗ ടു മേക്ക് ചിക്കൻ സ്റ്റൂ. ആ ഹൗ ടു മേക്ക് ചിക്കൻ സ്റ്റൂ നിങ്ങൾ തൊടണ്ട കേട്ടോ, അത് അവിടെ അതുപോലെ തന്നെ കിടക്കും. അത് അടുത്തൊരു ക്ലോസ് ആണ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ആ മെയിൻ പാർട്ട് നോക്കുക, മെയിൻ ക്ലോസ് നോക്കുക. മെയിൻ ക്ലോസിൽ വിച്ച് ഓഫ് ദം, വിച്ച് ഓഫ് യു നോസ് എന്നുള്ളതിന് എന്ന് ബാക്കി വിച്ച് ഓഫ് ദം ന്യൂ എന്ന് വരും, സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റം വരും. അപ്പോൾ ടെൻസ് ചേഞ്ച് ഉണ്ട് അല്ലേ. നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്തുണ്ട്? ടെൻസ് ചേഞ്ച് ഉണ്ട്, അത് ഓർത്തിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ടെൻസ് മാറുന്നതനുസരിച്ച് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ആ ഒരു മാറ്റം വരുന്നുള്ള കാര്യം നമുക്കൊന്ന് ഓർത്തിരിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. അടുത്ത് നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ചോദ്യം, ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 3 years now and the company has made rapid progress dash he joined there. ഇവിടെ നമുക്ക് ഒരു കാര്യം അറിയാം, ഹാസ് ബീൻ വർക്കിങ്ങും അതുപോലെ ഹാസ് മെയ്ഡും രണ്ട് ടെൻസ് നോക്കിക്കേ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമാണ്. ഇവരുടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവരുടെ കൂടെ രണ്ട് പ്രിപ്പോസിഷൻസ് വരാറുണ്ട്. ഏതാ? ഫോർ എന്ന പ്രിപ്പോസിഷനും, ഫോർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പീരിയഡ് ഓഫ് ടൈം പറയാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ വന്നേക്കുന്നുണ്ട്, ഫോറും സിൻസും. അതേപോലെ സിൻസ് എന്ത് പറയാനാണ് ഉപയോഗിക്കുക? പോയിന്റ് ഓഫ് ടൈം, ഒരു പോയിന്റ് മുതൽ എന്ന് പറയാനാണ് സിൻസ് ഉപയോഗിക്കുക. പീരിയഡ് എന്താ? ഈ ഒരു ഡ്യൂറേഷൻ മുഴുവൻ, ആ ഒരു പീരിയഡ് മൊത്തം എന്ന് പറയുന്ന ഫോർ ഉപയോഗിക്കാം.
അപ്പം നോക്കിയേ, ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 3 years. നമുക്ക് എന്താ പറയാം, 3 years എന്ന് പറഞ്ഞൊരു പീരീഡ് ഓഫ് ടൈമിനെ പറയുന്നത് അല്ലേ, ആ ഒരു കാലഘട്ടം, ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്തുവാണെങ്കിലും അവിടെ എന്ത് വരണം, 4 വരണം. അതേപോലെ ഹി ജോയിൻ ദർ, അവൻ അവിടെ ജോയിൻ ചെയ്തത് മുതൽ എന്നാണെങ്കിൽ ഒരു പോയിന്റ് അല്ലേ. അപ്പോൾ ഒരു പോയിന്റ് അവിടെ എടുത്ത് പറയുന്ന അവൻ ആ ജോയിൻ ചെയ്ത സമയം മുതൽ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ആകുമ്പോൾ ഇവിടെ സിൻസ് വരണം. അപ്പോൾ നമുക്ക് ആൻസർ 4 ആദ്യം വന്ന് പിന്നെ സിൻസ് വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? ബി ഈസ് ദി ഓപ്ഷൻ. സോ ആൻസർ ഇസ് ബി. ബി ആണ് നമ്മുടെ ആൻസർ. അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും പ്രസന്റ് പെർഫെക്റ്റ് കൺവെൻസ് ടെൻസിലാണ് കൂടുതലായിട്ട് നമ്മൾ ഫോറും സിൻസും ഉപയോഗിക്കാറ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. പല വട്ടം ടെൻസിൻ്റെ രീതി ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ ഫോറും സിൻസും മാറി മാറിയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക്. നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗിലെ ചോദ്യം. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ നേരത്തെ കണ്ട പാസീവ് വോയിസും ഇൻഡയറക്റ്റ് സ്പീച്ചൊക്കെ പോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്കൊരു കാര്യം അറിയാം. നമുക്ക് തന്നിരിക്കുന്ന ആ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്താവും? നെഗറ്റീവ് ആയിരിക്കും. തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. വൈസ് വേഴ്സയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ഓർത്തിരിക്കാം, സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക്. ഹാർഡ്ലി എന്ന വാക്ക് നമുക്കറിയാം അല്ലേ. ഹാർഡ്ലി, റെയർലി, ബെയർലി, മിയർലി ഒക്കെ നെഗറ്റീവ് അഡ്വേർബാണ്. അപ്പോൾ ഓൾറെഡി അത് നെഗറ്റീവ് വന്നപ്പോൾ സെൻറ്റൻസ് എന്തായി? നെഗറ്റീവായി. അതിൻ്റെ അർത്ഥം എന്താ? ഹി ഡസൻ മേക്ക് എ മിസ്റ്റേക്ക് എന്നുള്ളതാണ് കറക്റ്റ് അല്ലേ. ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഹി ഡസൻ മേക്ക് എന്ന് വരും. അപ്പോൾ നമുക്ക് ടാഗ് വരുമ്പോൾ പോസിറ്റീവ് ടാഗേ വരാൻ പാടുള്ളൂ. നമുക്ക് ഡിഡ് ഹി ഉണ്ട്, ഡസ് ഹി ഉണ്ട്. അത് രണ്ടുമാണ് നമുക്ക് ആകെ ടാഗായിട്ട് വരേണ്ടത്. നോക്കണം, ബാക്കി രണ്ട് നമ്മൾ കട്ട് ചെയ്തോളും. ഡസിനും ഡോണ്ട് നമ്മൾ കട്ട് ചെയ്തോളും. പക്ഷെ നമുക്ക് ഡിഡ് കൊടുക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്കൊരു കാര്യം കൂടെ ഉണ്ട്, സെയിം ടെൻസ് വരണം അല്ലേ. സെയിം ടെൻസ് സെൻറ്റൻസിനും അതേപോലെ തന്നെ ടാഗിനും ഒരേ ടെൻസ് വരണം. അപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് തന്നെ വരണം. ഡസ് ഹി വരും, പോസിറ്റീവ് ടാഗ് ഡസ് ഹി കൊടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ് അല്ലേ. മെയിൻ വേർബ് ഉണ്ട്, മേക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഡസ് പ്ലസ് മേക്ക്, ഡസ് ഹി വരും. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, വാട്ട് ഡു യു കോൾ എ പേഴ്സൺ ഹു നെവർ ഡ്രിങ്ക്സ് ആൽക്കഹോൾ? ചോദിച്ചിട്ടുണ്ട്, ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. വൺ വേർഡാണ്. നിങ്ങൾ ഇതുവരെ മദ്യപിക്കാത്ത ഒരു മനുഷ്യനെ, ഇതുവരെ മദ്യപാനം ചെയ്യാത്ത ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നോൺ സ്മോക്കർ, ടീ ടോട്ടലർ, വെജിറ്റേറിയൻ, പ്യൂറിസ്റ്റ്. ഇതെല്ലാം നോൺ സ്മോക്കറുണ്ട്. ഇതുവരെ സ്മോക്ക് ചെയ്യാത്ത വ്യക്തി നമ്മൾ നോൺ സ്മോക്കർ എന്ന് വിളിക്കും. ടീ ടോട്ടലറിനെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയോ? ഇതുവരെ വെള്ളം അടിക്കാത്ത ആൾ, അല്ലെങ്കിൽ ആൽക്കഹോൾ ഇതുവരെ മദ്യപാനം ചെയ്യാത്ത ഒരാൾ നമുക്ക് ടീ ടോട്ടലർ എന്ന് വിളിക്കാം. വെജിറ്റേറിയൻ എന്താ? വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉണ്ടല്ലോ, വെജിറ്റബിൾസ് മാത്രം, സസ്യാഹാരം ഭക്ഷിക്കുന്ന ആളെ നമ്മൾ വെജിറ്റേറിയൻ എന്ന് വിളിക്കും. പ്യൂരിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്യുവർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ എന്താ പറയുക, എല്ലാത്ത കുറേ കാര്യങ്ങൾ ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇന്നതൊക്കെ തെറ്റാണ്, പ്യുവറായിട്ട് ജീവിക്കണം, ഇന്നത് കാണാൻ പാടില്ല, ഇന്ന ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ നിയമാവലികളൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ പ്യൂരിസ്റ്റുകൾ എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ അതല്ലാതെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീ ടോട്ടലറാണ് a person who never drinks alcohol. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്താ? ഇത് ഇപ്പോൾ വൊക്കാബുലറി എന്നുള്ള വൺ വേർഡ് ചോദിച്ചേക്കുന്നത്. അതേപോലെ വൊക്കാബുലറി അടുത്ത ചോദ്യം നോക്കി, നമ്മളോട് ചോദിച്ചേക്കുന്നത് ആന്റണിം കണ്ടുപിടിക്കാനാണ് കേട്ടോ. ആന്റണിം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് മീനിങ്. ഇവിടെ തന്നിരിക്കുന്ന വേർഡ് ഏതാ? ലയബിലിറ്റി ആണ്. ലയബിലിറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ ലീഗൽ ടേമിൽ അല്ലെങ്കിൽ ഈ വസ്തു വിൽപ്പന ഒക്കെ ബന്ധപ്പെട്ട് ലയബിലിറ്റി എന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറച്ച് ലീഗൽ ടേമാണ്, കൂടുതലായിട്ട് ലീഗലായിട്ട് വസ്തു വിൽപ്പനയും കാര്യമായിട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ലയബിലിറ്റി എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ആ വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ആന്റണിം എന്താണെന്ന ചോദ്യം. അപ്പോൾ അക്സെപ്റ്റ്, അസെറ്റ്, അസെന്റ്, എക്സ്റ്റെന്റ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് കൺഫ്യൂസിങ് വേർഡ്സ് ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത, അല്ലെങ്കിൽ എന്ത് പറയും അതിന്? ബേർഡൻ എന്ന് നമ്മൾ പറയും. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബേർഡൻ എന്ന് പറയും കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബേർഡൻ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ലയബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ, ലയബിലിറ്റി. അപ്പം നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നോക്കിയാൽ അസെറ്റ് എന്ന് പറയും. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിനെ അതിന് നമ്മൾ ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വെൽക്കം ചെയ്യുക, അതിനാണ് അക്സെപ്റ്റ് ചെയ്യുക പറയാം. അസെന്റ് കയറ്റം പറയും കേട്ടോ. അസെന്റ് കയറ്റം, ഇത് നൗണായിട്ട് വരിക. എക്സ്റ്റെന്റ് ലെവൽ, അതിൻ്റെ ഡിഗ്രി, ആ ലെവലിനാണ് എക്സ്റ്റെന്റ് എന്ന് വാക്ക് പറയുക. അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ വാല്യുബിൾ ആയ വേർത്തുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ആളെ നമുക്ക് അസെറ്റ് എന്ന് പറയാം. ഒരു വ്യക്തിയോ ഒരു വസ്തുവോ വാല്യുബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അസെറ്റ് എന്ന് പറയാം. എന്നാൽ വാല്യുബിൾ അല്ല, വേർത്ത് ഇല്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ബേർഡൻ ആണ് അല്ലെങ്കിൽ ലയബിലിറ്റി ആണ് എന്ന് പറയാം. ഓക്കെ,
So that's the answer. ചോദ്യം, each of the candidates dash scored good marks. സോറി, ഈച്ച് അല്ല, ഐദർ ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ഈച്ചും ഐദർ ഒരേപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ ചോദ്യം ഐദർ ഓഫ് ദ കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നോക്കുക ഐദർ ആണ്. കാൻഡിഡേറ്റ്സിൽ നോക്കരുത്, ഐദർ കയറി നോക്കുക. ഐദർ ആണ് നമ്മുടെ സബ്ജക്റ്റ് കേട്ടോ. ആ സബ്ജക്റ്റ് അനുസരിച്ച് നമുക്ക് വരേണ്ട വെർബുകൾ ഏതൊക്കെയാ? സിംഗുലറേ വരാൻ പറ്റുള്ളൂ, ഹാവ് വരാൻ പറ്റില്ല, ആറും വരാൻ പറ്റില്ല. കാര്യം എന്തുകൊണ്ടാണ്? ഐദർ എന്ന് പറഞ്ഞാൽ രണ്ട് പേരിൽ ഒരാൾ എന്നർത്ഥം അല്ലെ. ഐദർ ഓഫ് ദ കാൻഡിഡേറ്റ്സ് പറഞ്ഞാൽ രണ്ട് കാൻഡിഡേറ്റ്സ് ഉണ്ട്, അതിൽ ഒരാൾ നല്ല ഗുഡ് മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഐദർ എന്ന് പറയുന്നതിന് ഹാസ് വരാം അല്ലെങ്കിൽ ഈസ് വരാം. കൊടുത്തിരിക്കുന്ന വേർബ് നോക്കുക, സ്കോർഡ് ആണ്. സ്കോർഡ് എന്ന് പറയുന്നത് V3 ഫോർമുലേഷൻ ആണ്. ഈ സ്കോർഡ് അല്ലെങ്കിൽ ഹാസ് സ്കോർഡ് പാസീവ് വോയിസിൽ വരണോ? ഇത് പാസീവ് വോയിസ് ആണോ? ഇത് അല്ല. ഗുഡ് മാർക്സ് സ്കോർ ചെയ്യപ്പെട്ടു എന്ന പാസീവ് അല്ല ഇത്. അതുകൊണ്ട് നമ്മൾ ഈസ് ഉപയോഗിക്കില്ല, പകരം എന്ത് കൊടുത്തു? പെർഫെക്റ്റ് ടെൻസിൽ കൊടുത്തു, ഹാസ് സ്കോർഡ് അല്ലേ. ഐദർ ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഹാസ് സ്കോർഡ് ഗുഡ് മാർക്സ് എന്ന് ആൻസർ വരും. പാസീവ് ആണെങ്കിൽ എന്ത് വരുമായിരുന്നു? സബ്ജക്റ്റ് മാറി ഒബ്ജക്റ്റ് വരണം, ഗുഡ് മാർക്സ് ആവുമായിരുന്നു സബ്ജക്റ്റ്. അപ്പോൾ അത് പാസീവ് അല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആര് സ്കോർ ചെയ്തു? കാൻഡിഡേറ്റ്സ് സ്കോർ ചെയ്തു അല്ലേ. ഒരാൾ, കാൻഡിഡേറ്റ്സിൽ ഒരാൾ സ്കോർ ചെയ്തു എന്ന് വരും. അതുകൊണ്ടാണ് കേട്ടോ പാസീവ് വരാത്തത്. എന്നാൽ അതേ സമയത്ത് ഗുഡ് മാർക്സ് ആയിരുന്നു ഇവിടെ സബ്ജക്റ്റ് എങ്കിൽ നമുക്ക് നേരെ തിരിച്ച് പാസീവിലോട്ട് വരാറ്. ഓക്കെ, അടുത്ത ചോദ്യം. Give the appropriate meaning of the idiom build castles in the air. കേട്ടുണ്ടായിരിക്കില്ല നമ്മൾ, മണൽപ്പൊടിക്കാരൻ്റെ ഒക്കെ സ്വപ്നം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ബിൽഡ് കാസിൽസ് ഇൻ ദ എയർ. നമ്മൾ എന്താ പറയുക, കാസിൽസ് കിട്ടുകയാണ്. നമ്മൾ എന്താ പറയുക, ഈ എന്താ കാസിൽസ്, മണൽ കൂടാരം കിട്ടുക, മണൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞൊരു മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, പ്രോവർബ് ഉണ്ടല്ലോ, അതുപോലെ സെയിം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ബിൽഡ് പാലസസ് ഓഫ് ലൈറ്റ് മെറ്റീരിയൽ, മേക്ക് ഫൂളിഷ് കാൽക്കുലേഷൻസ്, മേക്ക് ഫണി റിമാർക്സ്, ബിൽഡ് എക്സ്പെൻസീവ് ബിൽഡിങ്സ്. നമുക്കറിയാം ഡയറക്റ്റ് മീനിങ് അല്ല ബിൽഡ് കാസൽസ് ഇൻ ദ എയർ എന്ന് പറയുമ്പോൾ. ഇഡിയം, ഏതൊരു ഇഡിയം വന്നാലും നമുക്കറിയാം അതെന്താണ്, കോണ്ടെക്സ്ച്വൽ മീനിങ് ആണ്, ഇൻഡയറക്റ്റ് മീനിങ് ആണ് ചോദിക്കുക നമ്മളോട്. അപ്പോൾ ബിൽഡ് കാസൽസ് ഇൻ ദ എയർ എന്ന് പറഞ്ഞാൽ മേക്ക് ഫൂളിഷ് കാൽക്കുലേഷൻസ്. നമ്മൾ ഒരുപാട് ഫൂളിഷ് ആയിട്ടുള്ള കുറേ തീരുമാനങ്ങളും കാൽക്കുലേഷൻസും ഒക്കെ എടുത്ത് വെക്കുന്നതിന് നമുക്ക് എന്താ പറയാം, ബിൽഡ് കാസൽസ് ഇൻ ദ എയർ എന്ന് പറയും. സോ അതാണ് ആൻസർ കേട്ടോ. അപ്പോൾ വൊക്കാബുലറി ആ ഒരു ഭാഗം കൂടെ കണ്ടു. അപ്പോൾ നമ്മൾ 3 ചോദ്യം വൊക്കാബുലറി കണ്ടു. ഒരു ആന്റണിം കണ്ടു, വൺ വേർഡ് കണ്ടു, ഇഡിയം കണ്ടു, 3 ചോദ്യം. ആൻഡ് അടുത്ത ചോദ്യം, ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഈസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് സ്പെൽഡ് വേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രീസ് ഉണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്, ഇൻഡസ്ട്രസ് ഉണ്ട്, ഇൻറ്റാൻട്രിയസ് ഉണ്ട്. കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഇതിൽ കറക്റ്റായിട്ട് സ്പെൽ ചെയ്ത വേർഡ് എന്നാണ് ചോദ്യം. ഏതാ ഇവിടെ കറക്റ്റായിട്ട് സ്പെൽ ചെയ്ത വേർഡ് ഉള്ളത് നോക്കിയേ. ഇവിടെ ബാക്കിയെല്ലാം തെറ്റായി, ഇങ്ങനെ വാക്കുകളില്ല. ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇല്ല, ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു, ഇൻഡസ്ട്രീസ് ഉണ്ട്, അല്ലാതെ ഇല്ല. അതുപോലെ ഇൻഡസ്ട്രസ് എന്നൊരു വാക്കില്ല, ഇൻറ്റാൻട്രീസ് എന്ന വാക്കും ഇല്ല. പിന്നെ പറഞ്ഞു വന്നിട്ട് ഏത് വാക്കേ ഉള്ളൂ? ഇൻഡസ്ട്രിയസ് എന്നുള്ള വാക്കുണ്ട്, ഇൻഡസ്ട്രിയസ്. ഹാർഡ് വർക്കിംഗ്, അതിൻ്റെ അർത്ഥം എന്നാ? കഠിനാധ്വാനിയായ, ഇൻഡസ്ട്രിയസ് ആയ ഒരാളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് പറയാം ഇൻഡസ്ട്രിയസ് ആണെന്ന് പറയാം. ഹാർഡ് വർക്കിംഗ് എന്നാണ് മീനിങ്. സോ ആൻസർ എ ആണ്, ഇൻഡസ്ട്രിയസ്. സ്പെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് എത്രമാത്രം എന്താ പറയുക, ഈ പറഞ്ഞ വൊക്കാബുലറിയിൽ മറ്റു വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് സ്പെൽ ചെക്കിലും. അതുകൊണ്ട് അത് ഓർത്ത് വെച്ചോളാം. ഇവിടെ നമ്മൾ ചോദ്യം 4 ചോദ്യം വൊക്കാബുലറി ചോദിച്ചു, ബാക്കി ഗ്രാമർ പാർട്ടിൽ നിന്ന്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് ഇനിയും പിവൈക്ക് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ പഠിപ്പുര. അതുപോലെ വീഡിയോ പരമാവധി മറ്റുള്ളവരിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.